കെ മുരളീധരൻ ബി.ജെ.പിയിലേക്കോ എന്നൊരു സൂചനകൾ നൽകിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കൂത്തുറമ്പിലാണ് സംഭവം. തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന നേതാവിൻ്റെ മകനുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ബി.ജെ.പിയിൽ വരാൻ വലിയ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കെ മുരളീധരനായിരിക്കുമോ? സാധ്യത ഇല്ലാതില്ല, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പത്മജ വേണുഗോപാൽ കേരളം കണ്ട ഏറ്റവും എന്താ പറയുക, കോൺഗ്രസിന് വേണ്ടി അടിയുറച്ചു നിന്ന മുഖ്യമന്ത്രിയുടെ മകളാണ്. നമുക്ക് എടുത്തു പറയാനുള്ള കോൺഗ്രസിലെ 3 നേതാക്കളാണ്. പിന്നെ ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, എ കെ ആന്റണി. ഇതിൽ കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെ മക്കൾ ഇപ്പോൾ ബി.ജെ.പിയിലേക്കാണ്. ബി.ജെ.പി കാവി പിടിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമാണ് ബി.ജെ.പിയിലേക്ക് വരാനുള്ളത്. അതിൽ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മനുമായി പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യം ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകനാണല്ലോ നമുക്കറിയില്ല. പക്ഷേ ഇപ്പോ സമൂഹ മാധ്യമങ്ങൾ ആ പറഞ്ഞ നേതാവിനെ ചർച്ച ചെയ്ത് ഉന്നത നേതാവെന്ന് പറയുമ്പോൾ CPM-ലെ ഉന്നത നേതാക്കളുടെ പിണറായി വിജയന്റെ മകൻ ദുബായിലാണ്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയവുമായി വലിയ ബന്ധമില്ല. ഏത് പാർട്ടിയിലെ നേതാവാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും കോടിയേരിയുടെ ഏറെ നാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന കോടിയേരിയുടെ മകൻ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരി ആണോ എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നാം. അതിനപ്പുറം പത്മജ വേണുഗോപാൽ എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നായാലും തൻ്റെ ചേട്ടൻ ബി.ജെ.പിയിലേക്ക് തന്നെ വരും. കാരണം കോൺഗ്രസ്സിലെ കെ മുരളീധരൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുരളീധരനെ അങ്ങനെ വലിയ ആർക്കും താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം എന്തും തുറന്നു പറയാൻ ഒരു മടിയും, പാർട്ടിക്കകത്തുള്ള തെറ്റുകൾ തന്നെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ്. പലരും പറയുന്ന വാ പോയ കോടാലി പോലെയാണ് പലപ്പോഴും മുരളീധരൻ സംസാരിക്കുന്നത് കേട്ടാൽ. കാരണം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ന തരത്തിലേക്കാണ്. സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ വടകരയിൽ മത്സരിച്ച് ജയിക്കേണ്ടിയിരുന്ന മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുവന്ന് തോൽപ്പിക്കാൻ വേണ്ടി നിർത്തി എന്നൊക്കെ, അദ്ദേഹം തന്നെ തോൽപ്പിച്ചത് പ്രതാപൻ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് തനിക്കറിയാമെന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ആളാണ്. അപ്പോൾ കോൺഗ്രസിൽ അദ്ദേഹത്തിന് അസ്വാരസ്യങ്ങളുണ്ട്, കോൺഗ്രസിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല, പിന്നെ നിന്നു പോകുന്നു എന്ന് മാത്രമാണ്. വടകരയിൽ ഷാഫിയെ മത്സരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ജയിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയാണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ സുരേഷ് ഗോപിക്കൊപ്പം നിന്ന് 3ാം തവണയും ജയിക്കാൻ കഴിയില്ല എന്ന് നന്നായിട്ട് പിന്നെ മുരളീധരൻ അറിയാം. എന്നിട്ട് പോലും അത് അദ്ദേഹം പലതവണ ആവർത്തിച്ച് പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിലിന് അവസരം കൊടുത്ത പാർട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പാലക്കാട് പോലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടു. DCCക്ക് കത്തൊക്കെ അയച്ചല്ലോ അവർ. ആ കത്ത് പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തു, കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വിലയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കെ മുരളീധരന് കൊടുക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. തീർച്ചയായിട്ടും. അല്ല, അത് പത്മജ വേണുഗോപാൽ പല ആവർത്തി തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, തൻ്റെ സഹോദരനെ ഏത് തരത്തിലുള്ള സമീപനമാണ് തൻ്റെ സഹോദരനോട് പാർട്ടിക്കുള്ളിലുള്ളവർ കാണിക്കുന്നത് എന്ന് താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തൻ്റെ സഹോദരനത് മനസ്സിലാകാത്തതാണോ അതോ അതായിട്ടും അഭിനയിക്കുകയാണോ എന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നായാലും അദ്ദേഹം ബി.ജെ.പിയിലേക്ക് തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട എന്ന് പല ആവർത്തി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന വാര്യർ മാത്രമാണ് മുരളീധരനെ പുകഴ്ത്തി പറഞ്ഞ ഒരാള്. പുകഴ്ത്തി പറയലാണത്. ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, ഇവരെ ഇത് 3ഉം ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കടല്, ആന, മോഹൻലാൽ, കെ മുരളീധരനും കൂടി അതിൽ വേണോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് കുറച്ചത് ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് കെ മുരളീധരൻ എന്താണ് സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്, ഇനി വാര്യറും കൂടി വന്നിട്ട് വെറുതെ പ്രശ്നമാക്കണ്ടെന്നാണ് മുരളിയുടെ പ്രതികരണം ഉണ്ടായത്. വാര്യർ കൂടെ വന്നിട്ട് വാര്യർ വരുന്നതിനോട് മുരളീധരൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു, ഒരു പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വന്നു കയറിയവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവർ പറയുന്ന ഡീലിനും കരാറിനും പാർട്ടി തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ നിൽക്കുന്ന അണികൾക്കും പ്രവർത്തകർക്കും ഇതുവരെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർക്കുമൊക്കെ ഒരു അസഹിഷ്ണുത ഉണ്ടാകും, ഒരു അസ്വാരസ്യം ഉണ്ടാകുമെന്നുള്ളത്. അതിപ്പോൾ ബി.ജെ.പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോയാലും അങ്ങനെ തന്നെയാണ്, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ആളുകൾ വന്നാലും ബി.ജെ.പിയിൽ നിന്ന് എല്ലാ പാർട്ടിയിലും CPM-ൽ നിന്നായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സരിനെ KTDCയുടെ ചെയർമാനാക്കാൻ CPM തീരുമാനിക്കുന്നു. PK ശശിക്ക് എതിരെ ഒരു ലൈംഗികാരോപണം ഉള്ളതുകൊണ്ട്, ശശിയെ പലർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ശശിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ശശിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് KTDCയുടെ ചെയർമാനായി സരിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു.
സരിനു മുൻപേ പ്രവർത്തിച്ച പരിശ്രമിച്ച ജീവൻ പണയം കൊടുത്ത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന പലരും ആ പാർട്ടിക്കകത്തുണ്ട്. അവരെ ഒന്നും കാണാതെ ഇന്നലെ കയറി വന്ന സരിനെ ഉയർത്തിക്കൊണ്ട് വരാൻ പാർട്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൽ നിന്ന് പലരും കൊഴിഞ്ഞു പോകും. അതാണ് ആലപ്പുഴയിൽ നമ്മൾ കണ്ടത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ BJP, കാരണം അസ്വാരസ്യങ്ങൾ ഇത്തരത്തിലാണ് പാർട്ടിയിൽ ഉടലെടുക്കുന്നത്, പാർട്ടിയിൽ കൂടുതലാകുന്നത്. പത്മജ വേണുഗോപാൽ വിഭാഗീയ നീക്കങ്ങൾ ഒരുപാട് ഉടലെടുക്കുന്നുണ്ട്. G. സുധാകരൻ തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ ഓരോ ദിവസവും? അദ്ദേഹം BJP-ലേക്ക് വരുമോ എന്നുള്ള പലരും തന്നെ വിളിക്കുന്നുണ്ട്. പല മുന്നണികളിൽ നിന്ന് തനിക്ക് ഓഫർ ഉണ്ട് എന്ന് പറയാതെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പോൾ ആരെങ്ങോട്ട് എപ്പോൾ കൂടുമാറ്റം ഉണ്ടാകും? അതായത് ഒരു കാല് ഒരു വള്ളത്തിലും മറ്റേ കാല് മറ്റേ വള്ളത്തിലും ചവിട്ടിയാണ് നിൽക്കുന്നത്. ആരാണോ എവിടെയാണോ കൂടുതൽ ഓഫർ തരുന്നത് അതിലേക്ക് ചവിട്ടിപ്പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പോൾ ആശയങ്ങളും തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒന്നും മുറുകെ പിടിച്ചു പോകുന്ന ആളുകൾ ഒന്നോ രണ്ടോ പേരെ എല്ലാ പാർട്ടിയിലും കാണും. ബാക്കി എല്ലാവരും സ്ഥാനമാനങ്ങളും പണവും പിന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടും കൂടി സഞ്ചരിക്കുന്നവരാണ്. അവർക്കൊന്നും ഇപ്പോൾ ഇന്ന് നമ്മൾ കെ മുരളീധരൻ ഇന്നിരുന്ന് BJP-യെ കുറ്റം പറയുന്നു, മോദിയെ കുറ്റം പറയുന്നു, അമിത്ഷായെ കുറ്റം പറയുന്നതിന് RSS നേതാവായ മോഹൻ ഭാഗവതിനെതിരെ കുറ്റം പറയുന്നു. നാളെ അവിടെ ചെന്നിരുന്ന് കാവിഷോൾ അണിഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ സതീശനെയും പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയെയും പിന്നെ രാഹുൽ ഗാന്ധിയൊക്കെ കുറ്റം പറയില്ല എന്ന് ആര് കണ്ടു? ഇന്ന് സന്ദീപ് വാര്യർ ചെയ്യുന്നതിന് നാളെ പോയത് വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് BJP-യിൽ. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു പ്രതികാരം വീട്ടുക തന്നെ വേണം. അതിന് ഏതെങ്കിലും ഒരു നല്ലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ, ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇപ്പുറത്തേക്ക് വലിക്കലിലൂടെയാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭവിക്കുമോ എന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ സുധാകരന്റെ പേരും വരുന്നുണ്ട്. G. സുധാകരൻ കഴിഞ്ഞ ദിവസം തന്നെ K. സുരേന്ദ്രനും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനും കൃഷ്ണകുമാറും ഒക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏത് നേതാവായിരിക്കും പോവുക എന്നതാണ് നമ്മൾ വളരെ ആശങ്കാപൂർവ്വം നോക്കിയിരിക്കുന്നത്. അത് സുധാകരനായിരിക്കുമോ, മുരളീധരനായിരിക്കുമോ, അല്ല ഇത് രണ്ടുമല്ലാതെ വേറെ വല്ലവരും ആയിരിക്കും? ഈ വെറുപ്പിന്റെ ഫാക്ടറി, മോദി വെറുപ്പിന്റെ നേതാവ്. കാരണം മോദിയൊക്കെ വലിയ രീതിയിൽ ആരാധിക്കുന്ന, മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്, എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സംഭവിച്ചത്. പിന്നെ പല രാജ്യങ്ങളുമായി നമ്മൾ നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ എത്തുന്ന രാജ്യത്തെ വലിയ സ്വീകരണം കിട്ടുന്നത്, മറ്റെല്ലാ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് മോദിയെ സ്വീകരിക്കും. ഇതൊക്കെ മോദിയുടെ കഴിവ് തന്നെയാണ്. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും മോദി എന്ന് പറയുന്ന ജനനായകന്റെ കഴിവ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ മോദിയെയും RSSനെയൊക്കെ സ്നേഹിക്കുന്ന, നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപാട് അണികളുണ്ട്. അവരെയാണ് ഈ സന്ദീപ് വാര്യർ, അവർക്ക് നേരെ കാർക്കിച്ചു തുപ്പിയിട്ടുള്ള ഒരു സംസാരമാണ് സന്ദീപിന്റെ വായിനോട്. അല്ലാതെ സന്ദീപ് വാര്യർ, പഴയ SFI-കാരനായ സന്ദീപ് വാര്യർ വാജ്പേയിയുടെ പ്രസംഗം കണ്ട് അതിൽ ആകൃഷ്ടനായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. BJP-യിൽ ചെന്നാൽ അവിടെ തന്നെ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു പോയ എവിടെയാണ് സന്ദീപ് വാര്യർ അതിക്രൂരമായും അതിനിഷിദ്ധമായിട്ടും മോദിയെ വിമർശിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ? സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തള്ളി പറയാൻ വേണ്ടിയിട്ടേ സാധിക്കുള്ളൂ. അതല്ലാണ്ട് എനിക്ക് ഞാൻ മോദി ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഔപചാരികതയുടെ പേരിൽ അത്തരം രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ അതികഠിനമായ ഭാഷയിൽ രൂക്ഷ വിമർശനമൊന്നും RSSന് നേരെയും മോഡിക്ക് നേരെയും രൂക്ഷ വിമർശനം വരുത്തുന്നത് K. സുരേന്ദ്രനെതിരെ മാത്രമാണ്. അല്ലാണ്ട് ഒരു അണികൾക്കെതിരെ, മറ്റ് നേതാക്കന്മാർക്കെതിരെ ഒന്നും, ഈവൻ ശോഭാ സുരേന്ദ്രനെതിരെ പോലും സന്ദീപ് ഒരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. മാത്രമല്ല സന്ദീപിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇപ്പുറത്തൊന്നും ആരും സംസാരിച്ചില്ല. അത് പിന്നെ സന്ദീപ് വാചസ്പതി പറഞ്ഞല്ലോ, ഞങ്ങൾ K. സുരേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട സമയമാകുമ്പോൾ പറയാം. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ അതൊരു മാന്യതയാണ്. അത് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന നേതാവിൻ്റെ അവർക്കും വേണമെങ്കിൽ ഒരുപാട് തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അവർക്കും ഇത് എന്തുകൊണ്ടാണ് പോയത്, എന്ത് കാര്യത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പുറത്താക്കാനിരുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ ജനങ്ങൾക്ക്. അപ്പോൾ ഒരു നേതാവിനെ അത്ര താറടിച്ച് കാണിക്കാൻ ആ നേതാവിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള നേതാവിൻ്റെ സ്ഥാനത്തെ ഇല്ലാതാക്കാൻ അതൊന്നും BJP ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് BJP മൗനം പാലിക്കുന്നതിന് പിന്നിലെ ഏറ്റവും നല്ല ഉദ്ദേശം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ K. മുരളീധരനെ വിളിക്കുന്നതിനെക്കാട്ടി നല്ലത് G. സുധാകരനെ വിളിക്കുന്നതല്ലേ BJPക്ക് ഈ ഒരു അവസ്ഥയിൽ ഗുണം ചെയ്യുക? കാരണം K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായി, അതേപോലെ കൃഷ്ണദാസ് വിളിച്ചിട്ടുണ്ടായി, തുടങ്ങിയ ആളുകളൊക്കെ. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാൾ സുധാകരനായിരിക്കില്ലേ? അല്ല, സുധാകരനെക്കാളും ഈ K. മുരളീധരൻ്റെ എന്താ പറയുക, K. മുരളീധരൻ്റെ ഒരു സ്വാധീനം നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അത് മികച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്.
അദ്ദേഹം ഒരു ഭാഗത്ത് ചിരിക്കുകയും ചെയ്യും, മറുഭാഗത്ത് ഒരു ഭാഗത്ത് തലോടുകയും ചിരിക്കുകയും ചെയ്താൽ മറുഭാഗത്ത് അദ്ദേഹത്തിന് എന്താണ് രാഷ്ട്രീയമെന്നും രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ട് കൃത്യമായി എനിക്ക് തോന്നുന്നു കെ കരുണാകരനേക്കാളും നന്നായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ് കെ മുരളീധരൻ. വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്ദീപ് വാര്യർ പറഞ്ഞത് ശരിയാണ്. കെ മുരളീധരനെ നോക്കിയിരിക്കാൻ നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടല്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും കൃത്യമായ ചില കാര്യങ്ങൾ അതിലുണ്ട്. അതെടുത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് രക്ഷപ്പെടാം. വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ, അതിലൊരു തർക്കവും ഇല്ല. പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല, അവർ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ BJP-യിൽ വരുന്നതിനെക്കാട്ടിയും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഒരു നല്ല മികച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാള് BJP-യിലേക്ക് വരും എന്നുള്ളതാണ്. അതാണ് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കുക. അപ്പൊ ആര് വരും എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. തീർച്ചയായിട്ടും സുധാകരനാണോ കെ മുരളീധരനാണോ ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് ആരെയാണ് എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ തന്നെ തുറന്നു പറയുന്നത് ഒരു സസ്പെൻസ് ആയി നിൽക്കട്ടെ.